ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കുടുംബത്തിനെ നാണം കെടുത്തിയത് മതിയായില്ല അമ്മയ്ക്ക്. ആരുടെ ജീവിതം തകർക്കാനാ അമ്മയെ കാണിച്ചു കൂട്ടുന്നത്? എന്റെ യശോദേ, രാധിക മോളോട് സുകുമാരി അമ്മയ്ക്കുള്ള പകയ ഇതിനൊക്കെ കാരണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അമ്മേ, അമ്മ ഈ നിമിഷം പ്രിയങ്ക മോളെ കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങണം. എന്തിന്? ഓ, ഇവരാരെങ്കിലും പറഞ്ഞതായിരിക്കും ഞങ്ങളെ വന്ന് പിടിച്ചോണ്ട് പോകാൻ, അല്ലേ? അത് ഇവര് പണ്ടും ശ്രമിച്ചതാണല്ലോ, എന്നിട്ട് നടന്നില്ലല്ലോ. പിന്നെയാണോ ഇപ്പോ? അതും എന്റെ കൊച്ചിന് വയറ്റിലുണ്ടായിരിക്കുമ്പോ. മതി. പ്രിയങ്ക മോള് ഗർഭിണിയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ അതിന് ഇവിടെ കിടന്ന് വേഷം കെട്ടുകയല്ല വേണ്ടത്. എടാ, ഉത്തരവാദികളെ തെരഞ്ഞു നീ എവിടെ പോവാ? അവക്ക് വയറ്റിലുണ്ടെങ്കിലേ അതിനൊരു ഉത്തരവാദിയേ ഉള്ളൂ. ദേ നിൽക്കുന്നു അവളുടെ ഭർത്താവ്. ഇത്രയും നാൾ അവന്റെ കൂടെ ഒരു മുറി കഴിഞ്ഞ പെണ്ണ. ആ പെണ്ണ് ഗർഭിണിയാവുന്നതിനെ എന്താടാ കുഴപ്പം? അമ്മേ, വരുണും പ്രിയങ്കയും തമ്മില് അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയില്ലേ? അമ്മയായിട്ട് പുതിയ കഥകളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നോണോ ഇല്ലടാ നിനക്കിത് പറയാൻ? വരുണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. എടാ, അപ്പൊ പിന്നെ എവിടെ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാടാ? ഇവളെ എവിടെയെങ്കിലും പോയി പിഴച്ചതാണോ? അതെ, പിഴച്ചത് തന്നെയാ. അതിൽ നിനക്ക് സംശയമൊന്നും വേണ്ട. എടാ മോനെ, അമ്മയും അമ്മൂമ്മയും കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നതിനിടയ്ക്ക് സുകുമാരിയെ കൊണ്ട് ആവശ്യമില്ലാതെ നാവ് ചൊറിയിക്കല്ലേ. ഞാൻ പറഞ്ഞാലേ ദേ എല്ലാവരും നാറും. അമ്മ എന്തു പറഞ്ഞാലും ശരി, പ്രിയങ്ക മോളുടെ ഗർഭത്തിന്റെ പേര് പറഞ്ഞ് ഈ കുടുംബത്തിനെ ഒരാളെ പോലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല. എന്റെ മോളല്ലേ, അവൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. നടന്നു നടന്നു. എടാ, ഇവള് നിന്റെ മോളാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എപ്പോഴെങ്കിലും സ്വന്തം മോളോട് ഇച്ചിരിയെങ്കിലും സ്നേഹം അച്ഛനും അമ്മയും കാണിച്ചിട്ടുണ്ടോ? ഉള്ള സ്നേഹം മുഴുവനും കൊടുത്തത് ഇവക്കല്ലേ? തന്തയും തള്ളയില്ലാതെ തെരുവി കിടന്ന ഇവക്ക്. എന്റെ മോളെ അന്നും ഇന്നും ഞാനേ സ്നേഹിച്ചിട്ടുള്ളൂ. അവൾ എവിടെ നിൽക്കണം, ആരുടെ കൂടെ ജീവിക്കണം, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എവിടെ പ്രസവിക്കണമെന്നും ഞാൻ തീരുമാനിക്കും.